സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരന്മാർ കഞ്ചാവ് കേസുകളിൽ പിടിയിലാകുന്നത് ദൗർഭാഗ്യകരമാണ്. എന്തായാലും സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ പിടിമുറുക്കുന്നുണ്ട് എക്സൈസും പോലീസും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരെ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് എക്സൈസ്. ഫ്ളാറ്റിൽ കഞ്ചാവ് എത്തിച്ചവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഫ്ളാറ്റ് ഉടമയും സംവിധായകനുമായ സമീർ താഹിറിന് 2 ദിവസത്തിനുള്ളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ ഉൾപ്പെടെ 3 പേരിൽ നിന്നായി 1.6 ഗ്രാം കഞ്ചാവാണ് ഇന്നലെ എക്സൈസ് പിടികൂടിയത്. ഛായാഗ്രഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് എത്തിച്ചവരെ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ അന്വേഷണം. പിടിയിലായ സംവിധായകരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ എക്സൈസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണത്തിൽ സൈബർ സെല്ലിന്റെ സഹായം തേടാനും എക്സൈസ് ആലോചിക്കുന്നുണ്ട്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരും. ഇവരോടൊപ്പം പിടികൂടിയ ഷാലിഖ് മുഹമ്മദിനെതിരെ കൂടുതൽ ലഹരി കേസുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഫ്ളാറ്റുടമയായ സംവിധായകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനും എക്സൈസ് നോട്ടീസ് നൽകിയേക്കും. കേസിൽ സമീർ താഹിറിനും പങ്കുണ്ട് എന്നാണ് എക്സൈസിന്റെ നിഗമനം. വിശദമായി ചോദ്യം ചെയ്ത ശേഷം കേസിൽ പ്രതി ചേർക്കണോ എന്ന അന്വേഷണ സംഘം തീരുമാനിക്കും. തുടർച്ചയായി ലഹരി കേസുകളിൽ സംവിധായകരും നടന്മാരും പ്രതികളാകുന്ന പശ്ചാത്തലത്തിലാണ് സിനിമാ സെറ്റുകളിൽ പരിശോധന ഘടിപ്പിക്കാൻ നീക്കം ആരംഭിച്ചത്. ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. എക്സൈസ്, NCB അടക്കമുള്ള ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും പോലീസിന്റെ പരിശോധന. NDPSന്റെ ഒരു ജോയിന്റ് മീറ്റിംഗ് ADGP എല്ലൻഡോ മനോജ് അബ്രഹാം സാറ് മറ്റ് എക്സൈസ് കമ്മീഷണർ കൂടി ചേർന്ന് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ എക്സൈസിന്റെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെ. അപ്പൊ അങ്ങനെ കോർഡിനേഷന് വേണ്ടി ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതൊക്കെ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം തുടരുകയാണ്. ലഹരി പരിശോധനാ ഫലം വൈകുമെങ്കിലും മൊബൈൽ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ഷൈനെ വീണ്ടും വിളിപ്പിക്കും. ഇതുവരെ ചോദ്യം ചെയ്യാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ അറിയിക്കാം. ജനറലി അതൊരു 2-3 മാസമെങ്കിലും മിനിമം പിടിക്കാറുണ്ട്. അത് സ്പീഡാവാൻ കോർട്ടാണ് ഓർഡർ ചെയ്യുന്നത്, നമ്മളല്ല. ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ വിളിപ്പിക്കും. പിന്നെ ഇതിന്റെ റിസൾട്ട്സ് നോക്കി നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നടത്തും. സിനിമാ സംഘടനകളുടെ സഹകരണത്തോടെയാകും സെറ്റുകളിൽ പരിശോധന. പ്രത്യേക ആക്ഷൻ പ്ലാൻ ഇതിനായി തയ്യാറാക്കും. സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ലഹരിയുടെ വിപത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് എന്തുകൊണ്ട് സിനിമാ മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണം എന്ന ചോദ്യം പൊതുസമൂഹവും സിനിമാക്കാരും ഉയർത്തുന്നുണ്ട്. ആഴ്ചതോറും പിടിയിലാകുന്ന സിനിമാക്കാരുടെ എണ്ണത്തിലെ വർധനവാണ് ഇതിന് കാരണം. ആ പശ്ചാത്തലത്തിലാണ് നടപടി കടുപ്പിക്കാൻ എക്സൈസും പോലീസുമൊക്കെ തയ്യാറെടുക്കുന്നത്. കൂടുതൽ വലിയ മീനുകൾ ഇതിൽ പെടുമെന്ന പോലീസും എക്സൈസും പ്രതീക്ഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.